ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അരിമുറുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ റൈസ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. പത്തിരിക്ക് ഇടിയപ്പത്തിനും ഉപയോഗിക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി വറുക്കാനായി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ അരിപ്പൊടി സിമ്മിലിട്ടിട്ട് ചെറുതായി ലൈറ്റ് ചൂടായി വറുത്തെടുക്കാവുന്നതാണ്. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ചൂട് മാറാനായി മാറ്റി വെക്കാവുന്നതാണ്. ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളിയുടെ സോസ് തയ്യാറാക്കാനായി തക്കാളിയും കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും തക്കാളിയും കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി വെണ്ണ പോലെ അടിച്ചെടുക്കാവുന്നതാണ്. ഈ ചൂടായ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തക്കാളി മിശ്രിതം ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാവുന്നതാണ്. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ആയ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ആവശ്യത്തിനനുസരിച്ച് ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയാണ്, സാദാ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി നമുക്ക് ഒരു 3/4 സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. കൈകൊണ്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചെടുത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ സേവനാഴിയിലാണ് മാവ് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റാർ പോലത്തെ അച്ചാണ് ഉപയോഗിക്കുന്നത്. നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മുറുക്കിൻ്റെ ഈ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ടേസ്റ്റിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്മിലിട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള മുറുക്കാണ് ഉണ്ടാക്കുന്നത്. വട്ടത്തിലുള്ള മുറുക്ക് വേണമെങ്കിൽ ഒരു കടലാസിലേക്ക് വട്ടത്തിലാക്കി ഇട്ടിട്ട് നമുക്കിതിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വറുത്തുകോരി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, നല്ല മുറുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണേ. വൈകുന്നേരത്തെ ചായക്ക് ഒന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കണ്ട, നല്ല സൂപ്പറായിട്ട് മുറുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായി കുറച്ച് നല്ലവണ്ണം സോഫ്റ്റായി കിട്ടണമെങ്കിൽ കുറച്ച് കടലമാവും കൂടെ ചേർക്കാവുന്നതാണ് മാവിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.